തല്ലരുതമ്മാവ ഞാൻ നന്നാകില്ലെന്ന് പറയുന്നത് കേട്ടിട്ടില്ല. ചിലരങ്ങനെയാണ്. എത്ര അടി കിട്ടിയാലും ആര് വടിയെടുത്താലും നന്നാകില്ല. പോലീസല്ല കോടതിയെ പോലും അനുസരിക്കില്ല. പറഞ്ഞു വരുന്നത് പുരുഷന്മാരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി ജയിലിൽ വരെ നിരാഹാരം അനുഷ്ഠിച്ച ഒരു മഹാനെ കുറിച്ചാണ്. പെണ്ണുകേസിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ രക്ഷിക്കാനിറങ്ങി ഒടുവിൽ പുലിവാലി പിടിച്ച രാഹുൽ ഈശ്വറിനെ കുറിച്ച്. അന്ന് ചെയ്തുപോയ തെറ്റിനെക്കുറിച്ച് ഏറ്റുപറഞ്ഞ് നല്ല പുള്ളയായി പുറത്തിറങ്ങിയതാണ് കക്ഷി. രാഹുൽ ഈശ്വറല്ലേ, പുള്ളി വിചാരിച്ചാൽ പോലും സ്വന്തം നാവിന് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അന്ന് കർശന ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിന്റെ ചൂടാറിയെന്ന് കണ്ടപ്പോൾ വരുന്നു പുതിയ വിവാദ പരാമർശങ്ങളുമായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതി അതിജീവിത അല്ലെന്ന പ്രസ്താവന രാഹുൽ ഈശ്വറിന് വീണ്ടും കുരുക്കാകുമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാൻ രംഗത്തിറങ്ങി പുലിവാൽ പിടിച്ചതാണ് രാഹുൽ ഈശ്വർ. അന്ന് ജയിലിൽ നിരാഹാരമൊക്കെ കിടന്ന് പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ ആള് മര്യാദക്കാരനായെന്നാണ് തോന്നിയത്. കർശനമായ ജാമ്യവ്യവസ്ഥകളോടെയാണ് രാഹുലിന് കോടതി ജാമ്യം അനുവദിച്ചത്. എന്നാൽ കേസിന്റെ ചൂടാറിയെന്ന് കണ്ടതോടെ ആള് പുതിയ പ്രസ്താവനയുമായി ഇറങ്ങിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതി ഇരയോ അതിജീവിതയോ അല്ലെന്നാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. യുവതിക്കെതിരെ രാഹുൽ ഈശ്വർ സൈബർ പോലീസിൽ പരാതിയും നൽകി. മാധ്യമങ്ങൾ അവളോടൊപ്പമോ അവനോടൊപ്പമോ അല്ല, സത്യത്തിനൊപ്പമാണ് നിൽക്കേണ്ടതെന്നും രാഹുൽ വ്യക്തമാക്കി. തനിക്കെതിരെ യുവതി വീണ്ടും പരാതി നൽകിയിട്ടില്ലെന്നും പരാതിയിലും തട്ടിപ്പ് കാണിച്ചാൽ എന്ത് ചെയ്യുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. താൻ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടില്ല, തനിക്കെതിരെ വീണ്ടും പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് സൈബർ പോലീസ് പറഞ്ഞത്. തനിക്കെതിരെ അതിജീവിത വീണ്ടും പരാതി നൽകിയെന്ന് മാധ്യമങ്ങളിലൂടെയാണ് താൻ അറിഞ്ഞത്. ഇതേ തുടർന്ന് അന്വേഷിച്ചപ്പോൾ SHO പറഞ്ഞത് അങ്ങനൊരു പരാതി ലഭിച്ചിട്ടില്ലെന്നാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. പരാതിക്കാരിയെ അതിജീവിത എന്ന് വിളിക്കുന്നത് തെറ്റാണെന്നും കോടതി പോലും അതിജീവിതയെന്ന് പറയുന്നില്ലെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ഞാൻ ഫോട്ടോ ഷെയർ ചെയ്തിട്ടില്ല, ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, ഡ്രഗ്സും റേപ്പ് കേസും ഉണ്ടായിട്ടും വേടൻ ജയിലിൽ കിടന്നിട്ടില്ല. താൻ 16 ദിവസമാണ് കിടന്നത്. അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഭർത്താവാണ് ശരിക്കും അതിജീവിതൻ. അവനെ സപ്പോർട്ട് ചെയ്തു കൊടുത്ത് വീഡിയോയാണ് ആ പെൺകുട്ടിയെ പ്രകോപിപ്പിച്ചത്. അയാൾക്കെതിരെ പരാതി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് തനിക്കെതിരെ പരാതി കൊടുത്തതെന്നും രാഹുൽ പറഞ്ഞു. യുവതിയുടെ നീക്കങ്ങൾക്കെതിരെ രാഹുൽ ഈശ്വർ സൈബർ പോലീസിൽ പരാതിയും നൽകി. മാധ്യമങ്ങൾ അവളോടൊപ്പവും അവനോടൊപ്പവും അല്ല നിൽക്കേണ്ടത്, സത്യത്തിനൊപ്പം നിൽക്കണം. ഞാനും രാഹുൽ മാങ്കൂട്ടത്തിലും സുഹൃത്തുക്കളല്ല. ഞങ്ങളുടെ പുരുഷ കമ്മീഷനെ എതിർത്തത് രാഹുലാണ്. ഞങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയമുള്ളവരാണ്. സൈബർ അധിക്ഷേപ കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ഒപ്പിട്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ. നിങ്ങൾ എല്ലാവർക്കും അറിയുന്നത് പോലെ 16 ദിവസത്തോളമാണ് എന്നെ ഒരു കാര്യവുമില്ലാതെ ജയിലിലിട്ടത്. അതിജീവിതയുടെ ഫോട്ടോ ഇട്ടു എന്നും അല്ലെങ്കിൽ ആ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു എന്നും പറഞ്ഞാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. പിന്നീട് അത് രണ്ടും നിൽക്കില്ല എന്ന് കണ്ടുകൊണ്ട് വളരെ വേഗമായൊരു വകുപ്പ് ചുമത്തി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഇടുകയുണ്ടായി. ഇപ്പോൾ അതേ പരാതിക്കാരി വീണ്ടും എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഉദ്ദേശം അവരുടെ ഭർത്താവ് നടത്തിയ വെളിപ്പെടുത്തലിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഭർത്താവിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഭർത്താവിന്റെ വീഡിയോ ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ട് പോലുമില്ല. അങ്ങനെ എനിക്കെതിരെ ഒരു പരാതി വരുന്നതെന്ന് ഉദ്ദേശിച്ചാണ്. ഇന്നലെ ആ പരാതിക്കാരിയുടെ ഭർത്താവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറയുന്ന അവസരത്തിൽ ഈ സ്ത്രീയെക്കുറിച്ചും പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും തനിക്ക് ഭർത്താവുണ്ട് എന്ന വസ്തുത ലോകത്തെ അറിയിച്ചതിനുള്ള പ്രതികാരം എന്നോട് തീർക്കുകയാണ്. അതിന്റെ ജാള്യത മറയ്ക്കാനാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ രക്ഷിതാക്കളുടെ ഉള്ളിൽ ഇപ്പോൾ വലിയ ആശങ്കയാണ്. എവിടെയാണ് അപകടം പതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ കുട്ടികൾ മാതാപിതാക്കളിൽ നിന്നും അത് മറച്ചുവെക്കും. പാലക്കാട് മലമ്പുഴയിൽ
മദ്യം നൽകി വിദ്യാർത്ഥിയെ അധ്യാപകൻ പീഡിപ്പിച്ച സംഭവം അതീവ ഗൌരവമുള്ളതാണ്. വിദ്യാർത്ഥിയുടെ സഹപാഠി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവം പുറത്തുവന്നത്. എന്നാൽ പീഡന വിവരം അറിഞ്ഞിട്ടും സ്കൂൾ അധികൃതർ മറച്ചുവെക്കാൻ ശ്രമിച്ചെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. പോലീസ് അന്വേഷിച്ചെത്തിയപ്പോഴാണ് ചൈൽഡ് ലൈനിൽ പരാതി നൽകിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മലമ്പുഴയിലെ സ്കൂൾ അധ്യാപകനായ അനിലാണ് വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ ഇന്നലെ അറസ്റ്റിലായത്. പീഡനത്തിനിരയായ വിദ്യാർത്ഥി സുഹൃത്തിനോടാണ് പീഡന വിവരം വെളിപ്പെടുത്തിയത്. ഈ സുഹൃത്ത് തന്റെ അമ്മയോട് ഇക്കാര്യം പറഞ്ഞു. തുടർന്ന് കൂട്ടുകാരന്റെ അമ്മ വഴിയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. ഡിസംബർ 18-നാണ് വിദ്യാർത്ഥി സഹപാഠിയോട് പീഡന വിവരം തുറന്നു പറഞ്ഞത്. അന്നേ ദിവസം സ്കൂൾ അധികൃതർ വിവരം അറിഞ്ഞിരുന്നു. തുടർന്ന് 19-ന് അധ്യാപകനെതിരെ മാനേജ്മെന്റ് നടപടിയെടുക്കുകയും ചെയ്തു. എന്നാൽ സംഭവം പോലീസിലോ ബന്ധപ്പെട്ട അധികൃതരെയോ അറിയിക്കാൻ വൈകിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത്. പീഡന വിവരം മറച്ചുവെച്ചതിനും അധ്യാപകനെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിനുമടക്കം സ്കൂൾ അധികൃതർക്കെതിരെ നടപടിയുണ്ടാകും. സ്കൂളിലെ പ്രധാനാധ്യാപകൻ, മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവരോട് ഡിവൈഎസ്പി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം കേസെടുത്തേക്കുമെന്നാണ് വിവരം. സ്കൂളിനെതിരെ രക്ഷിതാക്കളും രംഗത്തെത്തി. സംഭവം അറിഞ്ഞ ഉടനെ പോലീസിനെ അറിയിക്കുകയായിരുന്നു സ്കൂൾ അധികൃതർ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അത്തരം നടപടികൾ ഉണ്ടായില്ല. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കൗൺസിലിംഗ് നൽകുന്ന ഉൾപ്പെടെ നടപടികൾ ഉണ്ടാവണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ AEOയോട് DDE റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ന്യൂസ് 18 പാലക്കാട്. മയക്കുമരുന്ന് മാഫിയയും ക്രിമിനൽ സംഘങ്ങളും നാട്ടിൽ ഭീതി വിതയ്ക്കുകയാണ്. ലഹരി വസ്തുക്കൾ ലഭിച്ചില്ലെങ്കിൽ അവർ ആരെയും ആക്രമിക്കും. കാസർഗോഡ് കുമ്പളയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചോദിച്ചെത്തിയ സംഘം കട അടിച്ചു തകർത്തു. പുകയില ഉൽപ്പന്നങ്ങൾ ഇല്ലെന്ന് പറഞ്ഞതിന്റെ പ്രകോപനത്തിലായിരുന്നു അതിക്രമം. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വധശ്രമ കുറ്റം ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. കുമ്പള പേരോലിലെ കടയാണ് ആക്രമിച്ചത്. പേരോലിലെ BM റിഫായിയെ ആക്രമിച്ചെന്ന പരാതിയിൽ കുമ്പള പോലീസാണ് പ്രതികൾക്കെതിരെ വധശ്രമത്തിൽ കേസെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് പേരോലിലെ സദാശിവൻ, മക്കളായ ശ്രാവൺ രാജ്, സുദർശൻ, ബന്ധുവായ ശരത് കുമാർ എന്നിവരെയാണ് കുമ്പള SI ശ്രീജേഷൻ സംഘവും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് സംഭവം. പരാതിക്കാരന്റെ സഹോദരൻ അബ്ദുൾ റഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള കടയാണ് തല്ലി തകർത്തത്. നിരോധിത പുകയില ഉൽപ്പന്നം ചോദിച്ചെത്തിയ സംഘത്തോട് വിൽപ്പന ഇല്ലെന്ന് പറഞ്ഞതോടെ പ്രകോപിതരായി അക്രമം നടത്തിയെന്നാണ് പരാതി. 4 ലക്ഷത്തിന്റെ നഷ്ടമുണ്ട്. റിഫായിയെ ശരീരം മുഴുവൻ അടിച്ചു പരിക്കേൽപ്പിച്ചു. തുടർന്ന് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചതായും പരാതിയിൽ പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. അയൽവാസികൾ തമ്മിൽ തർക്കവും വഴക്കവും അക്രമവും ഒക്കെ ഉണ്ടാകുന്നത് നിസ്സാര പ്രശ്നത്തിന്റെ പേരിലാകും. ചെറിയ വാക്കുതർക്കം വലിയ കലഹങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമാകാറുണ്ട്. കൊല്ലം മയ്യനാട് വളർത്തുനായെ ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ അയൽവാസിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. മയ്യനാട് സ്വദേശി രാജീവാണ് മദ്യലഹരിയിൽ പരാക്രമം കാട്ടിയത്. ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ അയൽവാസി കബീർ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേസിൽ പ്രതിയെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു. മുച്ചി ചവിട്ടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പോലീസിനെ വിളിക്കാം. വിളിക്കൂടാ.
കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം. മയ്യനാട് മുക്കളം ദേവുഭവനിൽ രാജീവാണ് സമീപവാസിയായ മയ്യനാട് പനവയൽ റയാൻ മൻസിലിൽ കബീർ കുട്ടിയെ വെട്ടുകത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത്. സ്ഥിരം മദ്യപാനിയായ രാജീവ് വീട്ടിൽ 2 നായ്ക്കളെ വളർത്തുന്നുണ്ട്. രാജീവ് ഈ വളർത്തുനായ്ക്കളെ ഉപദ്രവിക്കുന്നത് പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നലെ നായകളെ ഉപദ്രവിക്കുന്നത് കബീർ കുട്ടി ചോദ്യം ചെയ്തതിനെ തുടർന്ന് രാജീവ് ഇയാളുടെ വീട്ടിലെത്തി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചു. സംഭവത്തിൽ പരാതി നൽകുന്നതിനായി കബീർ കുട്ടി കൊട്ടിയം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടെ വീട്ടിൽ നിന്ന് വെട്ടുകത്തിയുമായി എത്തിയ രാജീവ് നെഞ്ചിൽ കുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കബീർ കുട്ടിയെ ഉടൻ തന്നെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മയ്യനാട് പനവയലിലെ കബീർ കുട്ടി എന്നയാളെ ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിച്ചതിന് അയൽവാസിയായ രാജീവിനെ കൊട്ടിയം പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് രാജീവൻ വീട്ടിൽ വളർത്തുന്ന പട്ടികളെ നിരന്തരമായി രാത്രിയിൽ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇതിനെ അയൽവാസിയായ കബീർ കുട്ടിയും കുടുംബവും ചോദ്യം ചെയ്തു. ഈ വിരോധത്തിൽ രാജീവൻ ഇന്നലെ കബീർ കുട്ടിയെ വീട് കയറി ആക്രമിക്കുകയും തുടർന്ന് കബീർ കുട്ടി ഇതിന് പരാതി പറയാനായിട്ട് കൊട്ടിയം പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന വഴി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കത്തിയുമായി രാജീവൻ കബീർ കുട്ടിയുടെ നെഞ്ചിൽ കുത്തി മാരകമായി പരിക്കേൽപ്പിക്കുകയാണുണ്ടായത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് കൊട്ടിയം സിഐ പ്രദീപിന്റെ നിർദ്ദേശാനുസരണം SI നിതിൻ നളന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മയ്യനാട് റെയിൽവേ ഗേറ്റിന് സമീപത്ത് നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചവിട്ടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പോലീസിനെ വിളിക്കാം. വിളിക്കൂടാ. ന്യൂസ് 18 കൊട്ടാരക്കര. പലയിടത്തും പൊതുനിരത്തിൽ അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരെ കാണാം. വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെങ്കിലും ഹോൺ മുഴക്കിയാലുമൊക്കെ ബഹളം വെക്കുന്നവർ. എന്നാൽ ഇതുപോലുള്ള നിസ്സാര വഴക്കുകളാണ് വലിയ ആക്രമണങ്ങൾക്ക് കാരണം. തിരുവനന്തപുരം വർക്കലയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് നേരെ ആക്രമണമുണ്ടായത് വാക്ക് തർക്കത്തിന് പിന്നാലെയാണ്. വക്കം സ്വദേശിയും UK-യിൽ താമസക്കാരനുമായ സുരേഷാണ് ആയുധം ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സാരമായി പരിക്കേറ്റ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെയാണ് സംഭവം നടന്നത്. പാപനാശം ആൽത്തറമൂട് ജംഗ്ഷനിലെത്തിയ പ്രതി സുരേഷ് ഓട്ടോ തൊഴിലാളികളുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടിരുന്നു. തർക്കത്തിനിടെ ഇയാൾ സന്ദീപിനെ മർദ്ദിക്കുകയും ചെയ്തു. ഇത് തടയാനായി എത്തിയ മറ്റൊരു ഓട്ടോ തൊഴിലാളിയെ സുരേഷ് കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് കുത്തുകയായിരുന്നു. സുരേഷിന്റെ നെഞ്ചിലും സന്ദീപിന്റെ മുതുകിലുമാണ് കുത്തേറ്റത്. സ്റ്റാൻഡിൽ വന്നപ്പോൾ അവന് മറ്റേ അടി കൊടുക്കും. അതിനിടയിൽ ചെന്ന് കയറിയതാണ് ഞാൻ. ഇദ്ദേഹം മദ്യരംഗത്തിലായിരുന്നോ? അറിയാൻ വയ്യ. പിടിച്ചു മാറ്റാൻ പോയതാണ്. പരിക്കേറ്റ ഇരുവരെയും വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വർക്കല പോലീസും ടൂറിസം പോലീസും സ്ഥലത്തെത്തി. അക്രമാസക്തനായിരുന്ന പ്രതിയെ അതിസാഹസികമായാണ് പോലീസ് സംഘം കീഴ്പ്പെടുത്തിയത്. UK-യിൽ സ്ഥിരതാമസക്കാരനായിരുന്ന പ്രതി അടുത്തിടെയാണ് നാട്ടിലെത്തിയത്. തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ഇയാൾ മറ്റൊരു ഓട്ടോറിക്ഷയിലാണ് വർക്കലയിൽ എത്തിയത്. ഇയാളെപ്പറ്റി പോലീസ് കൂടുതൽ അന്വേഷിച്ചു വരികയാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടറുടെ പിഴവ് ഒരു യുവതിയുടെയും ആ കുടുംബത്തിന്റെയും ഭാവിയും സ്വപ്നങ്ങളുമാണ് തകർത്തത്. തൈറോയ്ഡ് ശസ്ത്രക്രിയക്കിടെ സുമയുടെ നെഞ്ചിൽ കഴുതുവയർ കുടുങ്ങിയതിൽ ആരോഗ്യമന്ത്രി വീഴ്ച സംബന്ധിച്ചതാണ്. എന്നാൽ വീഴ്ച വരുത്തിയ ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടായില്ല. യുവതിക്ക് നഷ്ടപരിഹാരം നൽകുന്നതിലും തീരുമാനമില്ല. ഇതോടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് സുമയ്യ. വിഷയത്തിൽ ആശുപത്രി അധികൃതരോ സർക്കാരോ കാര്യമായ ഇടപെടൽ നടത്തിയില്ലെന്നാണ് പരാതി.
മാർച്ച് 22 തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഡോക്ടർ രാജീവ് കുമാറിന്റെ യൂണിറ്റിൽ നടത്തിയ ശസ്ത്രക്രിയക്കിടെയാണ് സുമയ്യയുടെ നെഞ്ചിൽ വയറ് കുടുങ്ങിയത്. തൈറോയിഡ് ഗ്രന്ഥി ശസ്ത്രക്രിയക്കിടെ രക്തവും മരുന്നും നൽകാനായിട്ട് സെൻട്രൽ ലൈനിന്റെ ഗൈഡ് വയറാണ് കുടുങ്ങിയത്. ഗൈഡ് വയർ കീഹോൾ വഴി പുറത്തെടുക്കാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ഗൈഡ് വയറിന്റെ ഭാഗങ്ങൾ ഞരമ്പുമായി ഒട്ടിച്ചേർന്ന നിലയിലാണ് ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നത്. പുറത്തെടുക്കാൻ ശസ്ത്രക്രിയ നടത്തിയാൽ രക്തക്കുഴലുകൾ പൊട്ടാൻ സാധ്യതയുണ്ട്. വയറ് പുറത്തെടുക്കാതിരിക്കുന്നതാണ് സുരക്ഷിതം. വയറ് കിടക്കുന്നത് കൊണ്ട് മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ലെന്നായിരുന്നു മെഡിക്കൽ ബോർഡിന്റെ അനുമാനം. ഡോക്ടർക്ക് ഗുരുതര പിഴവ് സംഭവിച്ചെന്ന് ആരോഗ്യമന്ത്രി തന്നെ നിയമസഭയിൽ സമ്മതിച്ചിരുന്നു. എന്നാൽ പിഴവ് വരുത്തിയവർക്കെതിരെ ഇനിയും നടപടി എടുത്തിട്ടില്ല എന്ന് സുമയ്യ വ്യക്തമാക്കി. എനിക്ക് സംഭവിച്ച വീഴ്ച അവരായിട്ട് ഞാനായിട്ട് അത് ചെയ്തതല്ല, ഡോക്ടറിന്റെ കൈപ്പിഴയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ സർക്കാർ തന്നെയാണ് അതിന് ഉള്ള ഒരിത് തരയും വേണം. ഡോക്ടർ എനിക്കത് സർജറിയിൽ ഒരു കൈയബദ്ധം പറ്റിയതാണ്, പിന്നെ നിങ്ങൾ ഇതെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ഡോക്ടർ പറഞ്ഞു. സർക്കാർ ജോലിയും വേണം, പിന്നെ നഷ്ടപരിഹാരവും വേണം. ഗൈഡ് വയറുമായി ബന്ധപ്പെട്ട് ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്ന് സുമയ്യ ഡോക്ടർമാരെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ വിഷയങ്ങളിലൊന്നും ആശുപത്രി അധികൃതരോ സർക്കാരോ കാര്യമായ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നാണ് സുമയ്യയുടെയും കുടുംബത്തിന്റെയും പരാതി. സർക്കാർ അനുകൂല നിലപാട് എടുക്കാത്തതോടെയാണ് സുമയ്യ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സുപ്രീം കോടതിയുടെ ചോദ്യമാണിത്. മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസിന്റെ അപ്പീൽ തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി പ്രതികൾക്കെതിരെ ആഞ്ഞടിച്ചത്. ശബരിമലയിൽ ഇത് വലിയ ക്രമക്കേടാണെന്നും കോടതി നിരീക്ഷിച്ചു. അതിനിടെ കേസ് അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തി അറിയിച്ചിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് 6 ആഴ്ചത്തെ സമയം കൂടി നീട്ടുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശങ്കർദാസിനെ എന്തുകൊണ്ടാണ് പ്രതി ചേർക്കാത്തതെന്ന് ഹൈക്കോടതി SITയോട് ചോദിച്ചിരുന്നു. ഈ പരാമർശങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശങ്കർദാസ് നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. കൊള്ളയിൽ ശങ്കർദാസിനും ഉത്തരവാദിത്തമുണ്ടെന്നും പ്രായത്തിന്റെ കാര്യത്തിൽ മാത്രം അനുകമ്പയുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. വാദം കേൾക്കുന്നതിന് മുമ്പ് തന്നെ സുപ്രീം കോടതി ഹർജി തള്ളുകയായിരുന്നു. ശബരിമലയിലേത് വലിയ ക്രമക്കേടാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലെന്നും സുപ്രീം കോടതി വിമർശിച്ചു. ജാമ്യം വേണമെങ്കിൽ പരിഗണിക്കുന്ന കോടതിയെ സമീപിക്കണമെന്നും കോടതി പറഞ്ഞു. എന്നാൽ ബോർഡ് അംഗം എന്ന നിലയിലാണ് ഒപ്പുവെച്ചതെന്നായിരുന്നു ശങ്കർദാസിന്റെ വാദം. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ 6 ആഴ്ച കൂടി സമയം നീട്ടി നൽകി. അന്വേഷണം പൂർത്തിയാക്കാൻ ജനുവരി 17 വരെയാണ് നേരത്തെ അനുവദിച്ച സമയം. SIT ആവശ്യപ്രകാരമാണ് അന്വേഷണം പൂർത്തിയാക്കാൻ സമയം നീട്ടിയത്. SIT അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തി അറിയിച്ചു. കേസിൽ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്ക് പകരം പുതിയ 2 പേരെ ഉൾപ്പെടുത്താൻ കോടതി അനുമതി കൊടുത്തു. സംഘത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താനും SPക്ക് അനുമതി നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തെ സംശയനിഴലിൽ നിർത്തുന്നതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ പരാമർശങ്ങൾ. രാഷ്ട്രീയമായും SIT ആക്രമിക്കപ്പെട്ടു. എന്നാൽ SIT രൂപീകരിച്ച ദേവസ്വം ബെഞ്ചിന് വ്യത്യസ്ത നിലപാടാണുള്ളത്. ഈ മാസം 19 വീണ്ടും പരിഗണിക്കുമ്പോൾ SIT 4ാമത്തെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും. ന്യൂസ് 18 കൊച്ചി. തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ നേതാക്കളൊക്കെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. പഴയ കേസുകളും വിവാദങ്ങളും ഒക്കെ വീണ്ടും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ ലക്ഷ്യമിട്ടാണ് പുതിയ നീക്കങ്ങൾ. പുനർജനി പദ്ധതിയിൽ സതീശന് പുറമെ മണപ്പാട്ട് ഫൗണ്ടേഷനും CEOയ്ക്കുമെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ. 2018-22 കാലയളവിൽ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്ക് 1,22,00,000 രൂപ വന്നതിൽ ക്രമക്കേട് നടന്നുവെന്നും
VD സതീശന് വേണ്ടി സ്വരൂപിച്ച പണമാണ് ഇതെന്നുമാണ് വിജിലൻസ് നിഗമനം. അക്കൗണ്ടിലേക്ക് വന്ന പണവും അതിനായി നൽകിയ രേഖകളും തമ്മിൽ പൊരുത്തക്കേടുള്ളതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെ കൂടാതെ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന NGOയ്ക്കും അതിന്റെ ചെയർമാൻ അമീർ അഹമ്മദിനെതിരെയും FCRA നിയമപ്രകാരം CBI അന്വേഷണം വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട്. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ CEO അമീർ അഹമ്മദും VD സതീശനും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് പ്രളയബാധിതരെ പുനരധിവസിപ്പിക്കാനെന്ന പേരിൽ വിദേശത്ത് പണം പിരിച്ച കേരളത്തിലേക്ക് അയച്ചതെന്ന ആരോപണമുയർന്നിരുന്നു. വിജിലൻസിന്റെ റിപ്പോർട്ടിൽ അമീർ അഹമ്മദിനെതിരെയും CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി UK-യിൽ നിന്ന് പുനർജനിക്കായി ഫണ്ട് വന്നിരുന്നത് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്കായിരുന്നു. വിദേശത്തു നിന്നും വന്ന ഈ പണവുമായി ബന്ധപ്പെട്ട് നിരവധി പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. പുനർജനി പദ്ധതിയുടെ 2018 മുതൽ 22 വരെയുള്ള കാലയളവിൽ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്ക് 1,22 ലക്ഷം രൂപ വന്നതായി വിജിലൻസ് കണ്ടെത്തി. വിവിധ രാജ്യങ്ങളിൽ നിന്നും പുനർജനി പദ്ധതിയുടെ പേരിൽ VD സതീശന് വേണ്ടി സ്വരൂപിച്ച പണമാണ് ഇതെന്നാണ് വിജിലൻസിന് ലഭിച്ച പരാതിയിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ മണപ്പാട് ഫൗണ്ടേഷൻ ഇത്തരത്തിൽ വിദേശ ഫണ്ട് സ്വീകരിച്ചതിന്റെ രേഖകളോ റെക്കോർഡുകളോ സൂക്ഷിച്ചിട്ടില്ല എന്നാണ് വിജിലൻസ് പറയുന്നത്. അതിനിടെ പുനർജനി വിവാദത്തിൽ ഒന്നും ഒളിക്കാനില്ലെന്ന് മണപ്പാട് ഫൗണ്ടേഷൻ CEO അമീർ അഹമ്മദ് വ്യക്തമാക്കി. വിജിലൻസ് തന്നെ 2 തവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണെന്നും ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും അമീർ അഹമ്മദ് പറഞ്ഞു. ഞാൻ 100% CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒന്നും വിളിക്കാനില്ല. ഈ വന്ന ആകപ്പാടെ വന്നിരിക്കുക 20,000 പൗണ്ടാണ്. ആ 20,000 പൗണ്ട് FCRA അക്കൗണ്ടിൽ വന്നിട്ടുള്ളതാണ്. FCRA അക്കൗണ്ടിൽ ഒരു ഫെമ വയലേഷൻ ഒന്നുമില്ല. കാരണം അത് നടക്കില്ല. കാരണം അവിടെ FCRA അക്കൗണ്ടിൽ വരുന്ന പണങ്ങളൊക്കെ FCRA പറ്റി അറിയുന്നവർക്കറിയാം. എവറി 3 months റിട്ടേൺ ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ ചെയ്യണം. ഞങ്ങൾ അങ്ങനെ അധികമായിട്ട് FCRAയിൽ പൈസ വരുത്തിക്കുന്ന ആൾക്കാരുമല്ല. വന്ന പൈസക്ക് കൊടുക്കണം. ഇത് 2018-19 നടന്ന സംഗതിയാണ്. അതിനുശേഷം 2023 ഞങ്ങൾ FCRA റിന്യൂ ചെയ്തിട്ടുണ്ട്. ഇത് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററുടെ കീഴിലൊരു സാധനമാണ് FCRA. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് FCRAയിൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു കാരണവശാലും അവർ റിന്യൂ ചെയ്യില്ല. ഇത് റിന്യൂ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ പ്രൂഫ്. അതായത് ഇതിനകത്ത് യാതൊന്നും ഒളിക്കാനില്ലെന്ന്. അതിന്റെ പേരിൽ ഞാൻ 100% CBI അന്വേഷണം വരണമെന്ന് സ്വാഗതം ചെയ്യുന്നു. മണപ്പാട്ട് ഫൗണ്ടേഷൻ ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ പരിശോധിച്ചതിൽ അക്കൗണ്ടിലേക്ക് വന്ന പണവും അതിനായി വിജിലൻസിന് നൽകിയ രേഖകളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. പുനർജനി പദ്ധതിയുടെ പേരിലാണ് പിരിച്ചതെങ്കിലും പണം അതിനുവേണ്ടി മാത്രമല്ല ഉപയോഗിച്ചിരുന്നത് എന്ന നിഗമനത്തിലാണ് വിജിലൻസ് ഉള്ളത്. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. ക്ഷേത്രോത്സവത്തിനും പള്ളിപ്പെരുന്നാളിനും മറ്റാഘോഷങ്ങൾക്കുമൊക്കെ കുട്ടികളെയും കുട്ടിപ്പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് തിരക്കുള്ള സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളുടെ മാല പൊട്ടിക്കുന്ന നാടോടി സംഘങ്ങൾ പലയിടത്തും തമ്പടിച്ചിട്ടുണ്ട്. തൃശൂർ അരിമ്പൂരിൽ മാതാപിതാക്കൾക്കൊപ്പം ഉത്സവത്തിനെത്തിയ 9 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമമുണ്ടായി. തമിഴ്നാട് സ്വദേശിനി പളനിയമ്മാളിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയിട്ടുണ്ട്. തൃശൂർ പേരാമംഗലം സ്വദേശികളായ കുടുംബം 9 മാസം പ്രായമുള്ള കുഞ്ഞുമൂത്താണ് അരിമ്പൂരിലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിയത്. ഉത്സവത്തിന്റെ പ്രധാന ദിവസമായതിനാൽ ക്ഷേത്ര പരിസരത്തെല്ലാം വലിയ ആൾത്തിരക്കായിരുന്നു. രാത്രി 7 മണിയോടെയാണ് കുഞ്ഞിന്റെ മാല പൊട്ടിച്ചത്. ബഹളം കേട്ട് ആളുകൾ ഓടിക്കൂടിയപ്പോഴേക്കും മാല പൊട്ടിച്ചെടുത്ത യുവതി രക്ഷപ്പെടാൻ ശ്രമിച്ചു. നാട്ടുകാരും പോലീസും പിന്തുടർന്നതോടെ അവർ മാല അടുത്തുള്ള കടയിലേക്ക് വലിച്ചെറിഞ്ഞു. തുടർന്ന് തമിഴ്നാട് സ്വദേശിനി പളനിയമ്മാളിനെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. പിന്നീട് പ്രതിയെ അന്തിക്കാട് പോലീസിന് കൈമാറി. മാല പൊട്ടിക്കുന്നതിനിടെ കുഞ്ഞിന്റെ കഴുത്തിന് മുറിവേറ്റു. ക്ഷേത്ര ഉത്സവങ്ങളുടെ മറവിൽ മോഷണം നടത്തുന്ന സംഘത്തിലുള്ള ആളാണ് പിടിയിലായ യുവതിയെന്ന് പോലീസ് പറയുന്നു. ഇവരുടെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാണ്. കുടുംബത്തിന്റെ പരാതിയിൽ അന്തിക്കാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്.
തൃശൂർ. കേരളത്തിൽ ആൾതാമസമില്ലാതെ അടഞ്ഞുകിടക്കുന്ന ഒട്ടേറെ വീടുകളുണ്ട്. പലരും വിദേശത്താണ്. ബന്ധുക്കളോ അയൽക്കാരോ ആയിരിക്കും വീട് നോക്കുന്നത്. ഇങ്ങനെയുള്ള വീടുകൾ പകൽ സമയം നോക്കിവെക്കും, രാത്രിയിൽ മോഷ്ടിക്കാനാണ്. ആലുവ തോട്ടക്കാട്ടുകരയിൽ ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന കുടുംബത്തിന്റെ വീട്ടിലാണ് കള്ളൻ കയറിയത്. തോട്ടക്കാട്ടുകര സ്വദേശി ജോർജിന്റെ വീട്ടിൽ നിന്ന് 7 പവൻ സ്വർണം കവർന്നു. ക്രിസ്മസിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ നടന്ന കവർച്ച 10 ദിവസത്തിന് ശേഷമാണ് പുറത്തു വന്നത്. ആലുവ തോട്ടക്കാട്ടുശ്ശേരി സ്വദേശി ജോർജ് സേവ്യറിന്റെ വീട്ടിൽ ഡിസംബർ 24-നും ഈ മാസം 4-നും ഇടയിലാണ് മോഷണം നടന്നത്. ജോർജും കുടുംബവും കുറച്ചുനാളായി ഓസ്ട്രേലിയയിലാണ് താമസം. അതിനാൽ വീട് അടഞ്ഞുകിടക്കുകയാണ്. വീട്ടിൽ രാത്രിയിൽ ലൈറ്റിടാനായി ഒരാളെ ഏൽപ്പിച്ചിരുന്നു. അയാൾ കഴിഞ്ഞ രാത്രിയിൽ ലൈറ്റിടാൻ വന്നപ്പോഴാണ് വാതിൽ പൊളിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. മോഷണശ്രമത്തിനിടെ വീടിന്റെ ഉൾവശം നശിപ്പിച്ച നിലയിലാണ്. പരാതിക്ക് പിന്നാലെ പോലീസും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീടിനെക്കുറിച്ച് അറിയാവുന്നവരോ ഇതര സംസ്ഥാനക്കാരോ ആകാം കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് നിഗമനം. ആലുവ കാസിനോ തിയേറ്ററിന് സമീപം കഴിഞ്ഞ ദിവസം മോഷണം നടന്നിരുന്നു. അവിടുത്തെ അന്വേഷണത്തിനു ശേഷമാണ് പോലീസ് സംഘം ഇങ്ങോട്ടേക്കെത്തിയത്. വീടിന്റെ അകത്തെ എല്ലാ വാതിലുകളും അലമാരകളും നശിപ്പിച്ച നിലയിലാണ്. എസ്.പിയുടെ വീട്ടിൽ നിന്ന് ഏകദേശം 100 മീറ്റർ അകലെ മാത്രമാണ് മോഷണം നടന്ന വീട്. പ്രതികളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് 18 ആലുവ. റബ്ബർ കർഷകർ വലിയ പ്രതിസന്ധി നേരിടുന്ന കാലമാണ്. ചെറിയ വരുമാനത്തിൽ നിന്നാണ് പലരും കുടുംബം പോറ്റുന്നത്. അതിനിടെ അവർ സംഭരിച്ചു വയ്ക്കുന്ന റബ്ബർ ഷീറ്റുകൾ മോഷണം പോലുള്ള അവസ്ഥ എന്താകും? കൊല്ലം കൊട്ടാരക്കരയിലെ കർഷകനായ തങ്കച്ചനോട് ചോദിച്ചാൽ അറിയാം അതിന്റെ സങ്കടം. പുലർച്ചെ മഞ്ഞും തണുപ്പുമൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ റബ്ബർ ഷീറ്റാണ് കള്ളൻ കൊണ്ടുപോയത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയായിരുന്നു മോഷണം നടന്നത്. സ്ഥലത്തെ CCTV ക്യാമറകളിൽ മോഷ്ടാവിന്റെ വ്യക്തമായ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് മോഷ്ടാവിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചതോടെ നാട്ടുകാർ ദൃശ്യങ്ങൾ സഹിതം കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. രാത്രി 1 മണിക്കായിരുന്നു സംഭവം. പക്ഷേ 1 മണി തൊട്ട് എൻ്റെ CCTVക്കകത്ത് നോക്കിയപ്പോൾ 1 മണി തൊട്ട് 2 മണി വരെയുള്ള സംഭവമാണ്. 4 ഷീറ്റിന് വേണ്ടി മാത്രം ആയിരിക്കത്തില്ല ഇവിടെ വന്നത്. പിന്നെ ഞങ്ങളൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ്. ഇതിനു മുന്നേ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ വാതിലിനിങ്ങനെ വന്ന് തട്ടിയായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ഇത്രയും കാര്യമായിട്ട് എടുത്ത് അന്ന് CCTV ഒന്നും ഇല്ലായിരുന്നു വീട്ടിൽ. ഇപ്പം ഈ ഷീറ്റിന് വേണ്ടി മാത്രം ആയിരിക്കത്തില്ല. ഇവിടെയൊക്കെ പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്നവരാണ്. മുമ്പേ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബൈക്കിലെത്തിയ മോഷ്ടാവ് വീടിന്റെ 50 മീറ്റർ ദൂരപരിധിയിൽ വാഹനം നിർത്തി. ഒടുവിൽ മോഷ്ടിച്ച റബ്ബർ ഷീറ്റുകൾ ബൈക്കിൽ കടത്തിക്കൊണ്ടുപോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. സമീപത്ത് വാടകയ്ക്ക് താമസിക്കുന്ന സുനിൽ എന്ന വ്യക്തിയാണ് ബൈക്കിലെത്തിയതെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഏകദേശം ഞായറാഴ്ച വെളുപ്പിന് 2 മണിക്കാണ് മോഷണം നടന്നത്. അച്ഛൻ കുറച്ച് ഷീറ്റേ ഉള്ളൂ, 3-4 ഷീറ്റേ ഉള്ളൂ. അത് ഉണക്കാനിട്ടിരുന്ന സമയത്താണ് ഈ ഷീറ്റ് മോഷണം പോയത്. അന്നേരം ഇതിനെക്കുറിച്ചുള്ള ആളെക്കുറിച്ച് നമുക്ക് ഏകദേശം 80% നമുക്ക് പിടികിട്ടിട്ടുണ്ട്. നമ്മളോട് സഹകരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് പപ്പ എന്നോട് ചോദിച്ചു, മോളെ നീ ഷീറ്റ് എടുത്തിട്ടോ എന്ന് ചോദിച്ചായിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞില്ല പപ്പ ഷീറ്റ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അന്നേരം പപ്പ പറഞ്ഞേ ഞാൻ രാത്രി നോക്കിയപ്പോൾ ഷീറ്റ് അഴയെ കിടപ്പുണ്ടായിരുന്നു, ഇപ്പം ഷീറ്റ് ഇല്ലെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഉടനെ എൻ്റെ സഹോദരിയോട് പറഞ്ഞ് എടി ക്യാമറയിലൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്, ഇതേപോലെ ഷീറ്റ് ഇങ്ങനെ മോഷണം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ അവൾ മൊബൈലിനകത്ത് ക്യാമറയ്ക്കകത്ത് നോക്കിയപ്പം ചെറിയ നമുക്ക് ആളെ മനസ്സിലായിട്ടുണ്ട്. കൊട്ടാരക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾക്കെതിരെ മുൻപും സ്ത്രീകളെ ഉപദ്രവിച്ച സംഭവത്തിലടക്കം പരാതികൾ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. പാലക്കാട് ഒറ്റപ്പാലം വരോട് പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ച കേസാണ് പോലീസ് പട്രോളിൽ പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അമ്മയോടൊപ്പം നടന്നു പോകുകയായിരുന്ന 11 വയസ്സുകാരന് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് പരിക്കേറ്റത്. പൊട്ടിയത് പന്നിപ്പടക്കമാണെന്ന് പരിശോധനയിൽ വ്യക്തമായി. പന്നിപ്പടക്കം എങ്ങനെ ജനവാസ മേഖലയിൽ എത്തിയെന്നത് സംബന്ധിച്ച്
ഒറ്റപ്പാലം പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നു. ഇന്നലെ വൈകുന്നേരമാണ് വരോട് ഭാഗത്ത് സ്ഫോടനമുണ്ടായത്. അമ്മയ്ക്കൊപ്പം നടന്നു പോവുകയായിരുന്ന ബാലന് പരിക്കേറ്റു. വീട്ടാമ്പാറ ചുങ്കത്ത് വീട്ടിൽ ജയകൃഷ്ണന്റെയും ജിഷയുടെയും മകൻ ശ്രീഹർഷനാണ് വലതുകാലിന് പരിക്കേറ്റത്. വീട്ടിൽ നിന്നും തറവാട്ട് വീട്ടിലേക്ക് അമ്മ ജിഷയോടൊപ്പം നടന്നു വരുന്നതിനിടെയായിരുന്നു സംഭവം. വഴിയിൽ കണ്ട പന്തിന് സമാനമായ വസ്തുവിൽ കുട്ടി കാലുകൊണ്ട് തട്ടി. പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. കാലിന് പരിക്കേറ്റ കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. വിദഗ്ധ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പൊട്ടിയത് പന്നിപ്പടക്കമാണെന്ന് പരിശോധനയിൽ വ്യക്തമാകുകയും ചെയ്തു. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം കേസെടുത്ത ഒറ്റപ്പാലം പോലീസ് പന്നിപ്പടക്കം എങ്ങനെ ജനവാസ മേഖലയിലെത്തിയെന്നത് വിശദമായി അന്വേഷിക്കും. ന്യൂസ് 18 പാലക്കാട്. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ 7 മുൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. 2006-2011 കാലഘട്ടത്തിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരുന്നവരിൽ 7 പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് തിങ്കളാഴ്ച സുപ്രീം കോടതി തള്ളിയത്. എം പി ജസ്റ്റിൻ, AR പീതാംബരൻ, പുഷ്പരാജൻ TM, PK കുമാരൻ, KK കൃഷ്ണൻ, ഷൺമുഖൻ KV, KA നകുലൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് സുപ്രീം കോടതി തള്ളിയത്. കൊല്ലം തെന്മലയിൽ വീട്ടിൽ മോഷണ ശ്രമം. 3 പേരാണ് രാത്രി എത്തിയത്. ഒരാൾ ഓൺലൈൻ ഡെലിവറി ബോയ്. പകൽ ഡെലിവറി നടത്തിയിട്ട് വീടിന്റെ പരിസരം മനസ്സിലാക്കി രാത്രിയിൽ മോഷണം നടത്തുകയായിരുന്നു പതിവ്. CCTV ക്യാമറ നശിപ്പിച്ചതിന് ശേഷമാണ് മോഷണം നടത്താൻ ശ്രമിച്ചത്. വീട്ടിലുള്ളവർ ഉണർന്നത് കാരണം മോഷണ ശ്രമം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടവരെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. മൂവാറ്റുപുഴ കടാതി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ വെടിമരുന്ന് അപകടത്തിൽ പള്ളി വികാരിക്കും ട്രസ്റ്റികൾക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. പള്ളി വികാരി ഫാദർ ബിജു വർക്കി, പള്ളി ട്രസ്റ്റിമാരായ സാബു പോൾ, CM എൽദോ എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്ഫോടനത്തെ തുടർന്ന് ഒരാൾ മരിക്കുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന് ജാമ്യമില്ല. സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. മറ്റൊരു പ്രതിയായ ഷർജിൽ ഇമാമിനും ജാമ്യമില്ല. പ്രതികൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും കുറ്റം നിലനിൽക്കുമെന്നും കോടതി കണ്ടെത്തി. ബാക്കി 5 പ്രതികൾക്കും കോടതി ജാമ്യം അനുവദിച്ചു. ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ബംഗ്ലാദേശിൽ തുടരുന്നതിനിടെ 40 വയസ്സുകാരിയായ ഹിന്ദു യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തു. മധ്യ ബംഗ്ലാദേശിലെ കാളിഗഞ്ചിലാണ് യുവതി കൂട്ടബലാത്സംഗത്തിനിരയായത്. ഇവരെ മരത്തിൽ കെട്ടിയിട്ട് മുടി മുറിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് പിന്തിരിഞ്ഞു നോക്കുകയും നമ്മളെ ഒറ്റപ്പെടുത്തിയ വേദനയും സങ്കടവും മാത്രം സമ്മാനിച്ച കുറേ മനുഷ്യരെ കാണാമല്ലേ? അവരോടൊക്കെ വെറുപ്പും വിരോധവും തോന്നിയ നിമിഷങ്ങളുണ്ടാകും. ഒരിക്കലെങ്കിലും അവരോട് പ്രതികാരം ചെയ്യണമെന്ന ചിന്തയുണ്ടാകുന്നുള്ളൂ. എന്നാലൊന്ന് ആലോചിച്ച് നോക്കുകയും നമ്മൾ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ആ മനുഷ്യരൊക്കെയാണ്. അവർ സമ്മാനിച്ച വേദനകളും മുറിവുകളുമാണ് നമ്മളെ ഒരു പോരാളിയാക്കിയത്. ആ പോരാട്ടങ്ങളാണ് മുന്നോട്ട് കുതിക്കാൻ കരുത്തു നൽകിയത്. യഥാർത്ഥത്തിൽ അതല്ലേ പ്രതികാരം, മധുര പ്രതികാരം. അല്ലാതെ ആരുടെയും പിന്നാലെ പക മനസ്സിലിട്ട് നടക്കുന്നത് നമ്മുടെ പരാജയത്തിന് കാരണമാകും. അത് സ്വയം ജീവിതം തകർക്കുമെന്ന് ഓർമ്മ വേണം. ഇതോടെ പോലീസ് പൂർണ്ണമാകും.